ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു ഡെയിലി കറണ്ട് അഫയേഴ്സ് വീഡിയോയിലേക്ക് സ്വാഗതം. നവംബർ 13, 14, 15 പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ്. സുപ്രീം കോടതിയുടെ പുതിയ സെക്രട്ടറി ജനറലായി നിയമിതനായത് ഫരദ് പരാശർ. അമേരിക്കയുടെ പുതിയ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്കൽ വാട്സ്. വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ. 2024 ബുക്കർ പ്രൈസ് നേടിയത് ബ്രിട്ടീഷ് എഴുത്തുകാരി സാമന്ത ഹാർവിയുടെ സയൻസ് ഫിക്ഷൻ നോവൽ ഓർബിറ്റലിന്. യുഎൻ കാലാവസ്ഥാ ഉച്ചകോടിക്ക് അസർബൈജാൻ തലസ്ഥാനമായ ബാക്കുവിൽ തുടക്കം. അന്താരാഷ്ട്ര ഹോക്കി ഫെഡറേഷൻ പ്രസിഡന്റായി രണ്ടാമതും തിരഞ്ഞെടുക്കപ്പെട്ടത് തയ്യിബ് ഇക്രം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ നിയമനിർമ്മാണ ശുപാർശയിൽ കോടതിയെ സഹായിക്കാനായി അമിക്കസ് ക്യൂറിയായി നിയമിക്കപ്പെട്ടത് അഡ്വക്കേറ്റ് മിത സുധീന്ദ്രൻ. അടുത്തിടെ ഇന്ത്യയെ സൈബർ എതിരാളിയായി പ്രഖ്യാപിച്ച രാജ്യം കാനഡ. പ്രതിരോധ ആവശ്യങ്ങൾക്കുള്ള ഇന്ത്യൻ GPS സംവിധാനം നാവിക്. കേരള അക്കാദമി ഓഫ് സ്കിൽ എക്സലൻസ് ആയി സഹകരിച്ച് ഡ്രോൺ റിസർച്ച് പാർക്ക് നിലവിൽ വരുന്നത് കൊട്ടാരക്കര. ടൈപ്പ് 1 പ്രമേഹ ബാധിതരായ കുട്ടികൾക്ക് മരുന്നും പിന്തുണയും നൽകാനുള്ള പദ്ധതി മിഠായി. ലോക പ്രമേഹ ദിനം നവംബർ 14. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ പുതിയ ചെയർമാനായി നിയമിതനായത് അരവിന്ദർ സിംഗ് സാഹ്നി. സംസ്ഥാനത്തെ മികച്ച ഗ്രന്ഥശാല പ്രവർത്തകനുള്ള PN പണിക്കർ പുരസ്കാരത്തിന് അർഹനായത് പൊൻകുന്നം സൈദ്. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ സാഹിത്യരംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്ന IV ദാസ് പുരസ്കാരത്തിന് അർഹനായത് ഡോക്ടർ M ലീലാവതി. അടുത്തിടെ പൊട്ടിത്തെറിച്ച മൗണ്ട് ലവാട്ടോവി ലാക്കി അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് ഇന്തോനേഷ്യ. 2024 നവംബറിൽ കരീബിയൻ രാജ്യമായ കോമൺവെൽത്ത് ഓഫ് ഡൊമിനിക്കയുടെ പരമോന്നത ബഹുമതി നേടിയത് നരേന്ദ്രമോദി. ലോകത്തെ ആദ്യമായി തടി കൊണ്ടുള്ള സാറ്റലൈറ്റ് വിക്ഷേപിച്ച രാജ്യം ജപ്പാൻ. ആദ്യ ഏഷ്യൻ ബുദ്ധ ഉച്ചകോടിക്ക് വേദിയാകുന്നത് ഇന്ത്യ. ഇതുപോലുള്ള ഡെയിലി കറണ്ട് അഫയേഴ്സ് വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്.